രണ്ട് സംഖ്യകൾ മൂന്നാമത്തെ സംഖ്യയേക്കാൾ യഥാക്രമം 20%, 50% കൂടുതലാണ്. ആദ്യ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അനുപാതം കാണുക. അപ്പോൾ ഇവിടെ 3 സംഖ്യകളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ആ സംഖ്യകൾ എ, ബി, സി എന്ന് സങ്കല്പിക്കാം. ഇതിൽ ആദ്യത്തെ രണ്ട് സംഖ്യകൾ മൂന്നാമത്തെ സംഖ്യയേക്കാൾ 20ഉം 50% കൂടുതലാണ്. അതായത് ആദ്യ സംഖ്യ മൂന്നാം സംഖ്യയേക്കാൾ 20% കൂടുതൽ. ആദ്യ സംഖ്യ മൂന്നാം സംഖ്യയേക്കാൾ 20% കൂടുതൽ. ആദ്യ സംഖ്യ എ ആണ് സമം മൂന്നാം സംഖ്യ സി ആണ് ഇൻറ്റു 20% കൂടുതൽ പറയുമ്പോൾ 100 + 20/100 സമം സി ഇൻറ്റു ഇത് കൂട്ടുമ്പോൾ 120/100. 20 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ സി ഇൻറ്റു 6 20 120 20 100. അപ്പോൾ എ സമം നമുക്ക് എന്ത് കിട്ടി? സി ഇൻറ്റു 6/5. ഇനിയോ രണ്ടാമത്തെ സംഖ്യ എന്താ? 50% കൂടുതലാണ്. ഇതിനേക്കാൾ മൂന്നാമത്തെ സംഖ്യയേക്കാൾ. രണ്ടാം സംഖ്യ മൂന്നാം സംഖ്യയേക്കാൾ 50% കൂടുതൽ. രണ്ടാം സംഖ്യ പറയുമ്പോൾ ബി ആണ് സമം മൂന്നാം സംഖ്യ സി ആണ് ഇൻറ്റു 50% കൂടുതൽ. 100 + 50/100. അപ്പോൾ സി ഇൻറ്റു കൂട്ടുമ്പോൾ 150/100. 50 കൊണ്ട് പഠിച്ചെടുക്കുമ്പോൾ സി ഇൻറ്റു 350 150 250 100. അപ്പോൾ നമുക്ക് എ കിട്ടി, ബി കിട്ടി. ചോദ്യം ആദ്യ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ കാണണം. അതായത് A:B കാണണം. സി ഇൻറ്റു 6/5 ഈസ്റ്റു സി ഇൻറ്റു 3/2. ഈ റേഷ്യോയിൽ രണ്ടിടത്തും സി ഉണ്ട്, നമുക്ക് വെട്ടിക്കളയാം. ബാക്കി 6/5 ഈസ്റ്റു 3/2. ഇത് ഫ്രാക്ഷനാണ്. ഈ ഫ്രാക്ഷനെ മാറ്റാൻ, ഭിന്നസംഖ്യ മാറ്റാൻ നമ്മൾ ഛേദങ്ങളുടെ ലസാഗുവാണ്. അതായത് ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM എടുക്കുക. 5 2 LCM 10. എന്നിട്ട് രണ്ടിനെയും ഗുണിക്കുക. 6/5 × 10 ഈസ്റ്റു 3/2 × 10. 5ഉം 10ഉം വെട്ടുമ്പോൾ 2 അത് വരും. 6 12 ഈസ്റ്റു 2ഉം 10ഉം വെട്ടുമ്പോൾ 5 വരും. 5 15. 12 ഈസ്റ്റു 15. ഇതിനെ നമുക്ക് 3 കൊണ്ട് പഠിച്ചെടുക്കാം. 4 3 12 I 3 15. ഉത്തരം ആദ്യ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ, അതായത് A:B എത്രേ? 4:5.